ടോപ്പർ ആകണം എന്നതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ക്ലാസ് ടോപ്പർ ആയിട്ടുള്ള എല്ലാവരും ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത് ജസ്റ്റ് ഒരു ദിവസം കൊണ്ടല്ല. അതിൻ്റെ പിന്നിൽ അത്രത്തോളം ഹാർഡ് വർക്കും എഫേർട്ടും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഈ പ്രോസസ്സ് അത്ര ഈസി ഒന്നുമല്ല. ചിലപ്പോൾ നമുക്ക് മടുപ്പ് വരാം, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയെന്ന് വരാം. പക്ഷേ ആ അവസ്ഥയിലൊന്നും തളർന്നു പോകാതെ നമ്മുടെ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ടിപ്സാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ, ടോപ്പർ ആകാൻ പറ്റും എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ടിപ്സിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ സ്ലീപ്പിംഗ് സൈക്കിളൊക്കെ ഒന്ന് ഓർഡർ ആയാൽ തന്നെ നിങ്ങൾ ഡിസിപ്ലിൻ ഉണ്ടാവും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ ഒരു പ്രോപ്പർ പ്ലാൻ വേണം. നിങ്ങൾ ഇന്നൊരു 10 മണിക്ക് ഉറങ്ങിയെങ്കിൽ നാളെ അടുത്ത ദിവസങ്ങളെല്ലാം അതേ സമയത്ത് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ എനർജറ്റിക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തന്നെ ആ ചേഞ്ചസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുക, അതിനുശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ പഠിത്തത്തോടുള്ള മടുപ്പ് മാറിക്കിട്ടും. ഒരുപാട് നേരം പഠിച്ചു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇതിനെ വേറെ രീതിയിൽ നമുക്ക് ആലോചിക്കാം. 25 മിനിറ്റ്സിൽ കൂടുതൽ ഒരു 30 മിനിറ്റ്സോ 40 മിനിറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, ഫുൾ കോൺസെൻട്രേഷൻ പോകാതെ തന്നെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത്ര നേരം പഠിക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക, അതിനുശേഷം അടുത്ത 30 മിനിറ്റ് നിങ്ങൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരില്ല, ഒരു പഠിത്തത്തോട് ഒരു മടുപ്പ് വരില്ല. ഒരുപാട് നേരം പഠിച്ചു എന്നും നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ കുറേ സമയത്തേക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന ആ ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യരുത്. ഷോർട്സ്, റീൽസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണരുത്. ആ ഒരു സമയം നിങ്ങൾ മൈൻഡ് റിലാക്സ്ഡ് ആവുന്ന പാട്ടുകൾ കേൾക്കാം, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ്, നട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിക്കാം, വീട്ടിലുള്ളവരോട് സംസാരിക്കാം, ചെടികളൊക്കെ പോയി നോക്കാം. അങ്ങനെ മൈൻഡിൽ റിലാക്സ്ഡ് ആവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. തിരിച്ച് പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീകോളിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു കാര്യം പഠിച്ചു പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ പഠിച്ച കാര്യം അത് ബ്രെയിനിൽ എത്രത്തോളം ഫീഡായെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുമോ? പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മെമ്മറി വെക്കും, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഫെയിൻമാൻ ടെക്നിക്കാണ്. ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമുക്കൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. നമുക്കൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക് എത്രത്തോളം ക്ലിയർ ആയി എന്നതാണ് അർത്ഥം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് വേറൊരാളെ പഠിപ്പിച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളില്ലെങ്കിൽ നിങ്ങൾക്ക് മിറർ നോക്കാം, കണ്ണാടി നോക്കാം, ഇല്ലെങ്കിൽ ഒരാളുണ്ടെന്ന് സങ്കല്പിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു നോക്കാം. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ സമയം, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു സമയം, നിങ്ങൾ വളരെ റിഫ്രഷ്ഡ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഫസ്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയത്ത്, നിങ്ങൾ മടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അത്രത്തോളം നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി എൻവയോൺമെൻറ്റ്. നിങ്ങളുടെ സ്റ്റഡി എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിൾ മെസ്സിയാക്കി വെക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. ഇതിനിടയിൽ നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്ക്, പെന്ന്, വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക. ഇതിനിടയ്ക്ക് ഓരോ കാര്യങ്ങൾ മറന്നു അത് പിന്നെ എടുക്കാൻ വേണ്ടി എണീറ്റ് പോരുത്. അതൊക്കെ നിങ്ങളെ പഠിത്തത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ആ ടേബിളിൽ പ്ലേസ് ചെയ്യരുത്. പിന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഹെൽത്ത്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. നിങ്ങൾക്ക് ഉറങ്ങാനും ക്ഷീണം അനുഭവപ്പെടാനൊക്കെ അതിന് കാരണമാകും. പിന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങാം, 7-8 മണിക്കൂറൊക്കെ കറക്റ്റായിട്ട് ഉറങ്ങുക. ഓൾറെഡി സ്ലീപ്പിംഗ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിത്തത്തിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു ടോപ്പർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോപ്പർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടിപ്സ്. ഓക്കെ, അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒരു ഗൈഡൻസ്, ഒരു സപ്പോർട്ടൊക്കെ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ എക്സാമിനർ നിങ്ങളുടെ കൂടെയുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സാമിനറിൻ്റെ ബാച്ചസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. സോ ക്ലാസ് ടോപ്പർ ആകുക എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പരിശ്രമിച്ച് തുടങ്ങിക്കൂടാ. സോ ഇക്കൊല്ലം ടോപ്പർ ആവാൻ പോകുന്നത് നിങ്ങളാണ്.